1992 അന്നത്തെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഈ വർഷം എപ്പോഴും നിറഞ്ഞു നിൽക്കും. യോദ്ധയും പപ്പയുടെ സ്വന്തം അപ്പൂസുമായി താരരാജാക്കന്മാർ ഏറ്റുമുട്ടിയ വർഷം. അടുത്തടുത്ത ഡേറ്റുകളിലാണ് ഇരു ചിത്രങ്ങളും റിലീസ് ചെയ്തത്. ജയിച്ചു കയറിയത് മമ്മൂട്ടി. പപ്പയുടെ സ്വന്തം അപ്പൂസ് 200-ലധികം ദിവസങ്ങളിൽ പ്രദർശിപ്പിച്ചു കേരളത്തിലെ തിയേറ്ററുകളിൽ. എന്നാൽ യോദ്ധ ഒട്ടും പിറകിലല്ല, അതും സാമാന്യ വിജയം തന്നെ നേടി. യോദ്ധ ഇപ്പോഴും ന്യൂജൻ സിനിമയായി നിൽക്കുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഇപ്പോഴും പ്രേക്ഷകരെ കരയിപ്പിക്കുന്നു. 1993 മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഏറ്റുമുട്ടിയത്. വാത്സല്യവും ദേവാസുരവും ഒരേ ദിവസം തന്നെയാണ് പുറത്തിറങ്ങിയത്. രണ്ട് ചിത്രങ്ങളും വലിയ വിജയമായി മാറി. വാത്സല്യത്തിലൂടെ കുടുംബ ബന്ധങ്ങളുടെ കഥ മനോഹരമായി പറഞ്ഞു കൊച്ചിൻ ഹണി. ദേവാസുരം പിന്നീട് ഒരു ട്രെൻഡ് സെറ്ററായി മാറി. അതേ വർഷം തന്നെയാണ് മണിച്ചിത്രത്താഴും ഗോളാന്തര വാർത്തകളുമായി മമ്മൂക്കയും ലാലേട്ടനും ഏറ്റുമുട്ടിയത്. കപ്പടിച്ചത് ലാലേട്ടൻ. മണിച്ചിത്രത്താഴ് എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമയായി മാറിയപ്പോൾ ഗോളാന്തര വാർത്തകൾ പരാജയപ്പെട്ടു. 2001 ആഗസ്റ്റ് 31 പിന്നീട് ഇരുവരും ഏറ്റുമുട്ടിയത്. രാവണപ്രഭു എന്ന മാസ് എന്റർടൈനറുമായി മോഹൻലാലും രാക്ഷസ രാജാവെന്ന എന്റർടൈനറുമായി മമ്മൂട്ടിയും എത്തി. ജയിച്ചു കയറിയത് ലാലേട്ടൻ. രാവണപ്രഭു വൻ വിജയം നേടിയപ്പോൾ രാക്ഷസ രാജാവ് സാമാന്യ വിജയം നേടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2007 വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ ഏറ്റുമുട്ടൽ കണ്ടു. അൻവർ റഷീദിന്റെ ചോട്ടാ മുംബൈയുമായി മോഹൻലാലും അമൽ നീരദിന്റെ ബിഗ് ബിയുമായി മമ്മൂട്ടിയും എത്തി. ചോട്ടാ മുംബൈ കപ്പടിച്ചു. പക്ഷേ ബിഗ് ബി പിന്നീട് ഒരു ട്രെൻഡ് സെറ്ററായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2008 ഇരുവരും ഏറ്റുമുട്ടിയത് വളരെ ശ്രദ്ധേയമാണ്. മോഹൻലാലിന്റെ ഇന്നത്തെ ചിന്താവിഷയവും മമ്മൂട്ടിയുടെ അണ്ണൻ തമ്പിയുമായിരുന്നു ഏറ്റുമുട്ടലിന് എത്തിയത്. അണ്ണൻ തമ്പി കപ്പടിച്ചു. ഇന്നത്തെ ചിന്താവിഷയം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2009 വീണ്ടും ഇരുവരും എത്തി. മമ്മൂട്ടിയുടെ ചട്ടമ്പിനാടും മോഹൻലാലിന്റെ ഇവിടം സ്വർഗമാണ് എന്ന ചിത്രവും. അതിൽ വിജയിച്ചു കയറിയത് ചട്ടമ്പിനാട്. ചട്ടമ്പിനാടിൽ മല്ലയ്യയായി കന്നഡ ഭാഷ സംസാരിക്കുന്ന മല്ലയ്യയായി മമ്മൂട്ടി നിറഞ്ഞു നിന്നു. 2016 ഇരുവരും തമ്മിൽ വീണ്ടും നേർക്കുനേർ എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പുലിമുരുകനും തോപ്പിൽ ജോപ്പനും. പുലിമുരുകനായി മോഹൻലാലും തോപ്പിൽ ജോപ്പനായി മമ്മൂട്ടിയും നിറഞ്ഞാടിയെത്തിയപ്പോൾ കപ്പടിച്ചത് പുലിമുരുകൻ. മലയാളത്തിൽ ആദ്യമായി 100 കോടി കളക്ട് ചെയ്യുന്ന ചിത്രമായി പുലിമുരുകൻ മാറിയപ്പോൾ തോപ്പിൽ ജോപ്പൻ ദയനീയമായി പരാജയപ്പെട്ടു. 2025 അതായത് ഈ പുതുവർഷത്തിൽ വീണ്ടും മെഗാതാരങ്ങൾ ഏറ്റുമുട്ടുന്നു. ഡൊമിനിക് ആൻഡ് ലേഡി സ്പേസ് ജനുവരി 23 റിലീസ് ചെയ്യും. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രം. മമ്മൂട്ടിയുടെ ആരാധകർ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. കഴിഞ്ഞ വർഷം മോഹൻലാലിന് വലിയ ഹിറ്റുകളൊന്നും ഇല്ലായിരുന്നു. തുടരും എന്ന ചിത്രത്തിലൂടെ ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ലാലേട്ടൻ. തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ജനുവരി 30 റിലീസാകും. താരരാജാക്കന്മാരുടെ യുദ്ധം വീണ്ടും.